പ്രിൻസിപ്പൽ ശ്രീ ജഗന്നാഥ് സാർ, ഈ യോഗത്തിൽ സംബന്ധിക്കുന്നതിന് എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ ശ്രീ സി സുധാകർ, PTA പ്രസിഡൻറ്റ് മിസ്റ്റർ കെ സന്തോഷ്, ശ്രീ രാമചന്ദ്രൻ നായർ, ഇവിടുത്തെ അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ സ്കൂളിൻ്റെ അഭ്യുദയകാംക്ഷികളായ നാട്ടുകാരെ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ഇതുവരെ ഇവിടെ നടന്ന പരിപാടികളെല്ലാം ഇംഗ്ലീഷിലാണ്. എന്നെ ഈ വേദിയിലേക്ക് പ്രസംഗിക്കാൻ ക്ഷണിച്ചതും ഇംഗ്ലീഷിലാണ്. മലയാളം മനസ്സിലാകും എന്ന് വിചാരിക്കുകയാണ്. മനസ്സിലാകുമോ? മലയാളം മനസ്സിലാകുമല്ലോ അല്ലേ? കേൾക്കുന്നില്ല, ശബ്ദം കേൾക്കുന്നില്ല. ആ മനസ്സിലാകും എന്നുള്ള ചിന്തയോടുകൂടെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഇത്തരമൊരു പ്രദേശത്ത് ഇമ്മാതിരി ഒരു സ്കൂള് പണിത് അതിൽ തൻ്റെ ഭാവനയ്ക്കനുസരിച്ച് കുട്ടികൾക്ക് പട്ടണപ്രദേശങ്ങളിൽ കിട്ടുന്ന വിദ്യാഭ്യാസം നമ്മുടെ ഗ്രാമത്തിലെ കുട്ടികൾക്കും കിട്ടണം എന്ന നിഷ്കർഷയോടുകൂടി ഒരു ഉന്നത നിലവാരം പുലർത്തുന്ന സ്കൂള് ഇവിടെ ഉണ്ട് എന്ന് കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിനേക്കാളേറെ വളരെ പാടുപെട്ട് പണിപ്പെട്ട് ഇത്തരമൊരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്ന, ഒരു സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇതിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ ജഗന്നാഥ് സാറിനെ ആദ്യമേ നമിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്കൂളിൽ വരുന്നത്. സ്കൂളിൽ, ഏതെങ്കിലും സ്കൂളുകളിൽ ഇത്തരം യോഗങ്ങളിൽ പങ്കെടുക്കണം എന്ന് വിളിച്ചാൽ ഞാൻ ഒരിക്കലും പറ്റില്ല എന്ന് പറയാറില്ല. അതിന് കാരണങ്ങളുണ്ട്. ഏകദേശം 18 വർഷത്തോളം സ്കൂൾ ക്ലാസ് മുതൽ കോളേജ് ക്ലാസ് വരെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പലായി ഞാൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഒരു 25,000-ലേറെ കുട്ടികളെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടാകും. എനിക്ക് സർക്കാർ സർവീസിൽ നിയമനം ലഭിച്ചപ്പോഴും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി കിട്ടിയത്. ഇപ്പോഴും അതെ. അതുകൊണ്ട് സ്കൂളുകൾ, കുട്ടികൾ, അധ്യാപകർ, അനധ്യാപകർ, അതിൻ്റെ പ്രിൻസിപ്പൽസ്, മാനേജർമാർ എന്നൊക്കെ പറയുമ്പോൾ അവരനുഭവിക്കുന്ന ത്യാഗം, അതിൻ്റെ പ്രയാസം, ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിപ്പോകുന്നതിൽ അവർ കാണിക്കുന്ന ആ ശുഷ്കാന്തി, അവയെല്ലാം നേരിട്ട് പരിചയമുള്ള ഒരാളാണ് ഞാൻ. അവരുടെ കഷ്ടപ്പാടുകൾ. എന്നാൽ ആ യാതനയിൽ, ആ വേദനയിൽ അവരൊരു സുഖം കണ്ടെത്തും എന്നുള്ളതാണ് സത്യം. ഈ കഷ്ടപ്പാടിനെയൊക്കെ സന്തോഷമായി കണ്ട് വളരെ ഉത്സാഹത്തോടുകൂടെ വീണ്ടും വീണ്ടും എന്ത് പ്രയാസങ്ങളുണ്ടായാലും കുട്ടികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ നൽകണം എന്ന വാശിയോടുകൂടെ മുന്നോട്ട് പോകുന്നവരാണ് ഇത്തരം നടത്തിപ്പുകാർ. അവരെ എത്ര കണ്ട് പ്രശംസിച്ചാലും മതി വരില്ല. വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിൽ ഈ തരത്തിലുള്ള സ്കൂളുകളുടെ മാനേജർമാരുടെ, പ്രിൻസിപ്പൽമാരുടെ സേവനം നിസ്തുലമാണ്. അത് വാക്കുകൾക്ക് അപ്പുറമാണ്, നമുക്ക് പറയാൻ പറ്റുന്നതിന് അപ്പുറമാണ് അവരുടെ സേവനം. പ്രത്യേകിച്ച് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു മെട്രിക്കുലേഷൻ സ്കൂൾ എന്ന നിലയിൽ ഞാനിവിടെ വന്നപ്പോൾ തന്നെ അദ്ദേഹവുമായി സ്കൂളിൻ്റെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇവിടുത്തെ കുട്ടികളുടെ സ്ട്രെങ്ത് എത്ര അധ്യാപകരാണ്, എങ്ങനെയൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നു. കാരണം ഒരു വിദ്യാഭ്യാസ
ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞാനത് അദ്ദേഹത്തോട് പറഞ്ഞില്ല, ഞാൻ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനാണെന്നൊന്നും പറഞ്ഞില്ല. പറയാതെയാണ് സാറിനോട് അതിനെ സംബന്ധിച്ച് എഡ്യൂക്കേഷൻ ഏത് റൂൾ അനുസരിച്ചാണ് നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. വളരെ നിഷ്കളങ്കമായി അദ്ദേഹം എൻ്റെ മുന്നിൽ അവതരിപ്പിച്ച സ്കൂളിൻ്റെ പിക്ചർ എന്നെ വല്ലാതെ അങ്ങോട്ട് ആകർഷിച്ചു. ഇത്തരമായ നിസ്തുല സേവനം ചെയ്യുന്ന ആളുകളെ ഒരുപക്ഷെ നമ്മളെ നാട്ടിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ പിന്നീട് ഇവരെക്കുറിച്ച് പ്രശംസിച്ചേക്കാം. പഠിക്കുമ്പോൾ ഒരുപക്ഷെ അതുണ്ടാകണമെന്നില്ല. ഇവിടെ പഠിപ്പിക്കുമ്പോൾ, എൻ്റെ കുട്ടി ഇവിടെ പഠിപ്പിക്കപ്പെടുമ്പോൾ എനിക്ക് അത്തരമൊരു മതിപ്പ് തോന്നിയില്ലെങ്കിലും നാളെ എൻ്റെ കുട്ടി ഒരു തലത്തിലെത്തിച്ചേരുമ്പോൾ ഞാൻ ഇത്തരം സ്കൂളുകളെ പ്രത്യേകം ഓർമ്മിക്കും. അതിലേറ്റവും അധികം അട്രാക്ഷൻ തോന്നിയത്, ഞാനിവിടെ പറയണം എന്ന് മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു കാര്യം, ഞാൻ വന്ന് നോക്കുമ്പോൾ ആ പ്രിൻസിപ്പലിൻ്റെ തലയ്ക്ക് പിന്നിലായി പിറകുവശത്തെ ചുമരിൽ പതിച്ചിരിക്കുന്നു ആ വാചകം. ഞാൻ ഏത് സ്കൂളിൽ എവിടെ പോയാലും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതിവിടെ വരുമ്പോൾ എഴുതി വച്ചിരിക്കുന്നു. ഞാനേതോ സ്വപ്നത്തിൽ കണ്ടതുപോലെ, ഞാൻ പ്രതീക്ഷിച്ചത് ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ ആ സ്കൂളിൽ ചുമരിൽ പതിച്ചിരിക്കുന്നു, ക്യാരക്ടർ ഫസ്റ്റ്. വളരെ സ്നേഹവും അമിതമായ സ്നേഹവായ്പും ഒരു പ്രത്യേക ബഹുമാനവും എനിക്ക് അദ്ദേഹത്തോട് തോന്നി. അതായത് നമ്മുടെ കുട്ടികളെ ഏത് തലത്തിൽ എവിടെ പഠിപ്പിച്ചാലും, എത്ര വിദ്യാഭ്യാസം നൽകിയാലും, അവരൊക്കെ ഏത് ഉന്നതങ്ങളിൽ എത്തിച്ചേർന്നാലും, ആരൊക്കെ ആയാലും, എപ്പോഴാണോ കുട്ടിയുടെ സ്വഭാവം നല്ലതല്ലാകുന്നത്, നമ്മൾ ഇത്രയും കാലം പഠിച്ചതും പഠിപ്പിച്ചതും ഒന്നും അല്ലാതായിത്തീരുന്നു. വിദ്യാഭ്യാസം കൊണ്ട് ഉന്നതിയിലെത്തിയില്ലെങ്കിലും, ധനപരമായി ഉന്നതിയിലെത്തിയില്ലെങ്കിലും, നമ്മൾ വിചാരിച്ച സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചേർക്കാൻ ഈ കുട്ടിയെ എത്തിച്ചേർക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും, അവൻ്റെ സ്വഭാവം നന്നായി എങ്കിൽ അവൻ നന്നായി, ആ പ്രദേശം നന്നായി, വീട് നന്നായി, രാഷ്ട്രം നന്നായി, യാതൊരു സംശയവും വേണ്ട.